പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 107 അധ്യായം 15 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. മനുഷ്യൻ്റെ കാഴ്ചയിൽ കഠിനമെന്ന് തോന്നുന്നതിനെ നിഷ്പ്രയാസം തകർക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ശക്തമാണ്. ലോഹങ്ങളിൽ തന്നെ ഏറ്റവും ശക്തിയുള്ളതും കട്ടിയുള്ളതുമായിട്ടുള്ള ലോഹങ്ങളാണ് പിച്ചളയും ഇരുമ്പും. അത് സൂചിപ്പിക്കുന്നത് നമുക്ക് അസാധ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന തടസ്സങ്ങളെയും പ്രതിസന്ധികളെയുമാണ്. ചിലപ്പോൾ രമ്യതയിലാകുവാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് നമ്മൾ വിധിയെഴുതുന്ന കുടുംബ ബന്ധങ്ങളായിരിക്കാം. ഒരു നല്ല ജോലി ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന സങ്കീർണതകളായിരിക്കാം. പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന സാമ്പത്തിക ബാധ്യതകളായിരിക്കാം. ഈശോ നമ്മളെ വിളിക്കുക തൻ്റെ അനന്തമായ കരുണയിലേക്കും സ്നേഹത്തിലേക്കുമാണ്. ബുദ്ധിയിൽ ആശ്രയിക്കാതെ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ ഈശോയിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈശോയുടെ മഹനീയ നാമത്തിൽ ഈ പ്രതിബന്ധങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. രക്ഷാകരമായ യേശുനാമം ഉരുവിട്ടുകൊണ്ട് നമുക്കും നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി ആർജിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.